സത്യസന്ധതയും വിശ്വസ്തതയും ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ്. ഏപ്രിൽ 1 വരുമ്പോൾ ലോകമെങ്ങുമുള്ള ആളുകൾ ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ മറ്റുള്ളവരെ കബളിപ്പിക്കുകയും അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു വിനോദമായി മാറിയിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? തമാശയായി പോലും അവൻ കള്ളം പറയുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ വിശ്വാസികളെ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ മാത്രമായി എപ്പോഴും ചേർന്ന് നിൽക്കുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഒരിക്കലും അവൻ മനഃപൂർവ്വം ഒരു കള്ളം പറയുന്ന ഒരു കദ്ദാബായ നുണയനായി മാറുവാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമാശക്ക് പോലും കളവ് പറയുവാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. പലരും ഏപ്രിൽ ഫൂളിനെയൊക്കെ ന്യായീകരിക്കാറുള്ളത് അതൊരു തമാശയല്ലേ, ഒരു തമാശക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കള്ളം പറയുന്നവന് നാശം, അങ്ങനെ കള്ളം പറയുന്നവന് നാശം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത്തരത്തിലുള്ള ഏപ്രിൽ ഫൂളിൽ നടക്കപ്പെടുന്ന പ്രാങ്കുകളിൽ പലപ്പോഴും ഒരാളെ മാനസികമായി തകർക്കുകയോ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വാർത്തകളാണ് പലപ്പോഴും പലരും വിനോദം എന്ന നിലയ്ക്ക് തന്നെ പുറമേക്ക് കൊണ്ടുവരാറുള്ളത്. പല അപകട വാർത്തകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മരണവാർത്തകളെ സംബന്ധിച്ചൊക്കെയുള്ള അത്തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് ഇതിൻ്റെയൊക്കെ പേരിൽ പലരും പ്രചരിപ്പിക്കുവാറുള്ളത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്നാണ്. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയം എത്ര അമൂല്യമാണ്. അമൂല്യമായ സമയങ്ങളെ, വിലപ്പെട്ട സമയങ്ങളെ അവൻ ഇത്തരത്തിലുള്ള പാഴ്വേലകൾക്കും വിനോദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കാവുന്ന കാര്യമല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഇത് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. പലയിടങ്ങളിലും യുദ്ധത്തിൻ്റെതായ ആശങ്കകളും അശാന്തിയുടേതായ സന്ദേശങ്ങളുമൊക്കെ പലയിടങ്ങളിലും പ്രചരിപ്പിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ ഈ ഒരു ദിവസം പലരും പല രൂപത്തിലുള്ള വാർത്തകളും മെനഞ്ഞെടുക്കും. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷന്റെ സമയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രചരണങ്ങളും ഈ ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ നടക്കും. ഇങ്ങനെ പലയിടങ്ങളിലും പല കാരണങ്ങളാൽ ഇതൊരു വിനോദമായി, ഇതൊരു വലിയ രൂപത്തിലുള്ള എല്ലാ അർത്ഥത്തിലും ഇതൊക്കെ ഒരു തമാശയായി എടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെ ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ സമയം കാണുന്നുവെങ്കിൽ മനസ്സിലാക്കുക, വിശ്വാസിയുടെ സമയം അതിനുള്ളതല്ല, വിശ്വാസിയുടെ നാവ് അതിന് പറ്റിയതല്ല. അവൻ എപ്പോഴും സത്യസന്ധതയാണ് അവന്റെ മുഖമുദ്രയായി അവൻ സ്വീകരിക്കേണ്ടത്. നമ്മുടെ നാവുകൾ അള്ളാഹുവിനെ സ്മരിക്കുവാനും സത്യം പറയുവാനും മാത്രമുള്ളതായി മാറണം. അങ്ങനെ മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ എന്നുള്ള ജാഗ്രതയാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്.